പുതിയൊരു വീഡിയോക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റാൻഡ് ഫാൻ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നാണ്. മാത്രമല്ല ഞാനൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. മാത്രമല്ല അതിലൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനൽ ഇലക്ട്രോണിക്സ് വീഡിയോക്ക് മാത്രം വേണ്ടിയുള്ള ചാനലാണ്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചാനലിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു DC മോട്ടർ നമുക്ക് ആവശ്യമുണ്ട്. 12 വോൾട്ടിലും 24 വോൾട്ടിലും വർക്ക് ചെയ്യുന്നൊരു ഹൈ പവർ മോട്ടറാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ഫാനിൻ്റെ ചിറകാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയത് വാങ്ങിക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു പഴയ സീലിംഗ് ഫാനാണ്. ഇത് നമ്മളെ ഫാനിൻ്റെ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ സീലിംഗ് ഫാൻ വെക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു തെർമോക്കോൾ നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളിത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഏകദേശം ഒരു 93 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു PVC പൈപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്ര സാധനം നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിൻ്റെ മേക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തെർമോക്കോൾ എടുത്ത് ഇവിടെ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ സീലിംഗ് ഫാൻ എടുത്ത് ഇതിലേക്ക് കറക്റ്റ് ഇതുവരെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ആട്ടോ അനക്കൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഈ PVC പൈപ്പ് എടുത്ത് ജസ്റ്റ് ഈ ഫാനിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, അത്യാവശ്യം നല്ല നീളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ഫാൻ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മോട്ടറിൻ്റെ അടിയിൽ ഒരു ഫോം ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് ഈ ഒരു സംഭവത്തിൻ്റെ മുകളിൽ ഈ കാണുന്നൊരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മോട്ടർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പശ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മോട്ടർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചിറക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്കിതിൻ്റെ ഫാൻ എടുത്ത് ജസ്റ്റ് നമ്മൾ മോട്ടറിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് ഊരിത്തിരിക്കാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മളെ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കണക്ഷൻ. ഇതിൻ്റെ കയ്യിലൊരു വയറുണ്ട്. കണ്ടില്ലേ, എക്സ്ട്രാ എടുത്താണ്. ഇത് ജസ്റ്റ് നമുക്ക് സോളാറിലേക്ക് കൊടുക്കുക. ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ വയറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ജസ്റ്റ് ഇത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായി കറങ്ങുന്നുണ്ട്. അപ്പോൾ സ്പീഡ് കുറവാണ്, കാരണം വെയിൽ ഇത് കുറവാണ്, അതുകൊണ്ടാണ് സ്പീഡ് കുറഞ്ഞത്. ജസ്റ്റ് അഡാപ്റ്ററിലൊക്കെ ആണെങ്കിൽ നല്ല ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യും. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫാനിൻ്റെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമ്മളെ ഫാനിൻ്റെ ചിറക് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതിന് വെളിയിൽ കഴിഞ്ഞാൽ നമ്മളെ ദേഹത്തൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. വലിയ അപകടങ്ങൾ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക അതൊക്കെ. അപ്പോൾ ഞാനിവിടെ 12 വോൾട്ട് 5 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് വെച്ചൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഫാൻ അവിടെയുണ്ട്. നമ്മളെ ആ കർട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് പറക്കുന്നതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, കർട്ടൻ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് പാറി കളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹൈ സ്പീഡാണ് നമ്മളെ ഫാൻ വർക്ക് ചെയ്യുന്നത്. 24 വോട്ട് പോലത്തെ നമ്മളിത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. 24 വോട്ട് കൊടുക്കുന്നില്ല. ഫാൻ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. ഇതുവരെ കാണാൻ പറ്റും.
നമ്മളെ ഫാൻ എങ്ങനെയായിരുന്നു? അടിപൊളിയല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.